ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എൻഡ്രോയിഡ് പർപ്പ് എന്നുള്ള ലാബാണ്. അപ്പോൾ നമ്മളിതിൽ ബബ്സ്യൂട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ബേസിക് ലാബാണ്. അതായത് ബബ്സ്യൂട്ടിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഈ ലാബ് ചെയ്യാൻ വേണ്ടിയാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഡിഫിക്കൽട്ടി ഈസി ക്ലിക്ക് ചെയ്യുക, കാറ്റഗറിയിൽ വെബ് എക്സ്പ്ലോറേഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് ജസ്റ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ഇവിടെ പ്രാക്ടീസിൽ വന്ന് ക്ലിക്ക് ചെയ്യുക, ഈസി ക്ലിക്ക് ചെയ്യുക, വെബ് എക്സ്പ്ലോറേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത്രയും ലാബ്സ് കിട്ടും. ഇതിൽ നമ്മൾ ഇൻട്രോയിഡ് പർപ്പ് എന്നുള്ള ലാബ് എടുക്കുക. ഇതിൽ റീസ്റ്റാർട്ട് ഇൻസ്റ്റൻസ് ആണ്, ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തോട്ടാണ്. പിന്നെ എന്താണ് ട്രൈ ഹിയർ ടു ഫൈൻഡ് ദ ഫ്ലാഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്കുക. അപ്പോൾ ഒരു ലോഗിൻ പേജ് ഉണ്ടാകും. നമ്മുടെ എന്താ പറഞ്ഞിട്ടില്ല, ഹിന്ദി നമുക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ട്രൈ യൂസിങ് ബബ്സ്യൂട്ട് ടു ഇൻ്റർസെപ്റ്റ് റിക്വസ്റ്റ് ക്യാപ്ചർ ദ ഫ്ലാഗ്. അതായത് ബബ്സ്യൂട്ട് വെച്ചിങ്ങാണ്ട് റിക്വസ്റ്റിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക. പിന്നെ പറഞ്ഞിട്ടുള്ള ഹിൻ്റ് എന്താ, ട്രൈ മാനേജിങ് ദ റിക്വസ്റ്റ് മേ ബി ദെയർ സർവർ സൈഡ് ഗോ ഡസൻ ഹാൻഡിൽ മൽഫോം റിക്വസ്റ്റ് വരുമല്ലോ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, റിക്വസ്റ്റിനെ മൽഫോമായിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ എന്താണ് ആ വെബ് ആപ്ലിക്കേഷൻ്റെ സർവർ സൈഡ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക, ജസ്റ്റ് യൂസർ നെയിം കൊടുക്കുക, ഷോപ്പ് ഫോൺ നമ്പർ നമുക്ക് ഇഷ്ടം കൊടുക്കുക, പിന്നെ സിറ്റി മലപ്പുറം കൊടുക്കാം, പിന്നെ പാസ്വേഡ് നമുക്ക് ഇഷ്ടമല്ല ABCD. ഓക്കെ, രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ട് 2FA ഒതൻറ്റിക്കേഷൻ എന്തുണ്ട്, നമ്മളോട് ഒരു OTP ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളവിടെ ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോൺ നമ്പർക്ക് ഒരു OTP വരും. ഈ OTPനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബൈപ്പാസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ജസ്റ്റ് ഒരു റാൻഡം നമ്പേഴ്സ് ക്ലിക്ക് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക, ബബ്സ്യൂട്ടിൽ ക്യാപ്ചർ ചെയ്യുക. അതിന് വേണ്ടിയാണ്ട് എന്ത് ചെയ്യുക, ബബ്സ്യൂട്ടിൽ ഇവിടെ ഫോക്സിയിൽ ബബ്സ്യൂട്ട് ഓൾറെഡി സെറ്റ് ചെയ്യാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിസേബിൾ ആയിരിക്കും. ബബ്സ്യൂട്ട് ക്ലിക്ക് ചെയ്യുക. ബബ്സ്യൂട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇൻ്റർസെപ്റ്റർ വന്നുകൊണ്ട് ഇൻ്റർസെപ്റ്റർ ഓണാക്കുക. ഇത് ഓണാക്കുമ്പോൾ ഇനി നമ്മൾ ഈ വെബ്സൈറ്റിൽ എന്തൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ അവിടെ ക്യാപ്ചർ ആവും. ജസ്റ്റ് എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ കണ്ടോ ആ റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചറായി. ഇപ്പോൾ ഇങ്ങനെയാണ് റിക്വസ്റ്റ് പോകുന്നത്. ഇതെങ്ങനെയാണ് വെബ്സൈറ്റ് അവിടെ എങ്ങനെയാണ് ഇതെത്താൻ അറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് Ctrl+R കൊടുക്കുക. അപ്പോൾ റിപ്പീറ്റർ പോവും. ഇത് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. അപ്പോൾ കണ്ടോ ഇതെന്താ പറയുന്നത്, ഇൻവാലിഡ് OTP. അപ്പോൾ OTP അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നമ്മളിവിടെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനല്ല നോക്കാം. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, OTP ഇല്ലാതെ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ നോക്കാം, അതായത് OTPയിലൊന്നും ഇല്ലാതെ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെൻഡ് കൊടുക്കുമ്പോൾ എന്താ പറയണത്, ഇൻവാലിഡ് OTP എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പാരാമീറ്ററിനെ എല്ലാം സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, 200 ഓക്കെ കിട്ടി. അതായത് നമ്മൾ ഈ വെബ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ പാരാമീറ്ററിനെ എന്താണ്, ഒരു പാരാമീറ്ററിനെ നോർമലി അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, ആ പാരാമീറ്റർ ഇവിടെ ഒരു പാരാമീറ്റർ ഒന്നുമില്ല, നമ്മൾ empty ആയിട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ empty ആയിട്ട് സെൻഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ആ വെബ് ആപ്ലിക്കേഷൻ അത് അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ ഫ്ലാഗ് കിട്ടി. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലാബാണ്. ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, അതായത് ഒരു റിക്വസ്റ്റ് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പഠിച്ചു, അതിനെ റിപ്പീറ്ററൊക്കെ ഇടാൻ പഠിച്ചു. ഓക്കെ, ഇത് രണ്ടും നമ്മൾ മെയിനായിട്ട് പഠിച്ചത്. അതായത് റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പഠിച്ചു, പിന്നെ എന്ത് ചെയ്തു, അതിനൊരു റിപ്പീറ്റർക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. റിപ്പീറ്റർക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ഉപയോഗിച്ചത്, Ctrl+R. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ലാബ്. നമുക്ക് ജസ്റ്റ് ലാബ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കൊടുങ്ങാണ്ട് ഈ ബബ്സ്യൂട്ടിൻ്റെ ഇൻ്റർസെപ്റ്റർ ഓഫ് ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിലൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻ്റർസെപ്റ്റർ ഓഫ് ആക്കുക. ഇവിടെ വന്നുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക, ഈ വീഡിയോ ഓഫ് ആക്കുക കേട്ടോ, ഡിസേബിൾ ചെയ്യുക. ഇതാണ് ഫ്ലാഗ്. ജസ്റ്റ് എന്ത് ചെയ്യുക, സബ്മിറ്റ് ഫ്ലാഗ് കൊടുത്ത് എന്തായി, സക്സസ്ഫുള്ളി ലാബ് സോൾവ് ആയി. അപ്പോൾ ഇത്രയും ഭയങ്കര സിമ്പിളായിട്ടുള്ള ലാബാണ്. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്.